ഹായ് നമസ്കാരം. അറിവിൻ്റെ പേടകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ എക്സാമിന് LDC കൊല്ലവും കണ്ണൂരൊക്കെ എക്സാം നമ്മൾ കണ്ടില്ല. അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള പരീക്ഷയാണല്ലേ. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നിട്ടുള്ള ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്ട്സ്, അതിന് റിലേറ്റഡ് ഫാക്ട്സും ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ സോഴ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. ചാനലിൻ്റെ പേര് അറിവിൻ്റെ പേടകം എന്നാണ്. കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് തരുന്ന ഒരു ചാനലായിരിക്കും ഇത്. തികച്ചും സൗജന്യമായിട്ട് ഏത് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കായാലും സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ ഒരു ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. തികച്ചും സൗജന്യം തന്നെയാണ്. എല്ലാ കണ്ടന്റ്സും ഉണ്ടായിട്ടുണ്ടാവും. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സുകളും ഷോർട്സും എല്ലാം ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള ചാനലാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് കയറി വന്നു, നമുക്ക് നോക്കാം. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് എന്നായിരുന്നു ചോദ്യം അല്ലെ. ഓപ്ഷൻ 1 വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു. രണ്ടാമത്തെ ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 12 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത് എന്നായിരുന്നു ചോദ്യം അല്ലെ. ഇതിൽ ഏതാണ് ആൻസർ വരിക? ഇതിൽ ആൻസർ ഉണ്ടോ ഇല്ല അല്ലെ. എന്താണ്? വകുപ്പ് 51A പ്രതിപാദിക്കുന്നു എന്ന് ശരിയാണ്. ദെൻ ഭാഗം 3A ആണോ? അല്ല അല്ലെ. എത്രയാണ്? ഭാഗം 4A ആയിരുന്നു അല്ലെ. ദെൻ ഭാഗം 4A. ദെൻ എന്താണ്? 12 മൗലിക കർത്തവ്യങ്ങളാണോ? അല്ല. എത്രയാണ്? 11 ആണ്. പക്ഷെ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അവിടെ ഇല്ല അല്ലെ. അപ്പൊ നോ ആൻസർ ആണ്, ഡിലീഷൻ വരും. അതുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മൾ ബാക്കി നോക്കാം. ദെൻ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് മക്കളെ? ആർട്ടിക്കിൾ 51A ആണ് അല്ലെ. എന്താണ്? 51A ആണ് എന്ത്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിള്. ദെൻ USSR ഭരണഘടനയിൽ നിന്നാണ് എന്ത് ഈ ആശയം കടമെടുത്തിരിക്കുന്നത്. ദെൻ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. ഏതാണ് കമ്മിറ്റി? സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് 1976 അല്ലെ. ദെൻ മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്ന എപ്പോഴാണ്? 1977 ജനുവരി മാസം 3-ാം തീയതി. അപ്പൊ ഉൾപ്പെടുത്തിയ ഭാഗവർഷം എപ്പോഴാണ്? 1976 ആണെങ്കിൽ അത് പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി മാസം 3-ാം തീയതിയാണ്. ദെൻ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി. ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ക്ലിയർ ആണോ? ദെൻ 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു അല്ലെ മക്കളെ. ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആണെങ്കിൽ പ്രസിഡന്റ് ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എത്രയാണ്? 10 മൗലിക കടമകളാണ് ഇന്ത്യൻ ഉണ്ടായിരുന്നത്. എന്നാൽ 2002 അല്ലെ, 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കടമകളുടെ എണ്ണം 11 അവിടെ എന്തായിരുന്നു? ക്വസ്റ്റ്യന് 12 എന്നായിരുന്നു അല്ലെ. അപ്പൊ ആൻസർ എന്താണ്? 11 ആണ്. എത്രയാണ്? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആദ്യം 10 എണ്ണമായിരുന്നു. പിന്നെ എന്താണ്? 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് 11 ആയിരുന്നു. നിലവിൽ എത്രയാണ്? 11 തന്നെയാണ്. നിർദ്ദേശക തത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവയല്ല അല്ലെ. നിർദ്ദേശതത്വം സ്ഥാപിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്? മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിക്കാൻ
പറ്റുകയില്ല. എന്താണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്നു. അല്ലെ, എന്താണ് 6 വയസ്സ് മുതൽ? അല്ലെ, നമ്മൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു പോക്സോവുമായി ബന്ധപ്പെട്ട് എത്ര വയസ്സ് താഴെയാണ് കുട്ടികളായി പരിഗണിക്കുക? 18 വയസ്സാണ്. അല്ലെ, അതുപോലെയാണ് ചില ചോദ്യം കയറി വരും. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്നു. ക്ലിയർ ആണോ? അപ്പൊ മൗലിക കടമയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി SCERT എന്തൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം. പൗരന്മാരുടെ മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ, അല്ലെ, 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പാസാക്കപ്പെട്ടു. മറ്റു വിഷയങ്ങളോടൊപ്പം പൗരന്മാരുടെ മൗലിക ചുമതല ഉൾക്കൊള്ളുന്ന ഒരു പട്ടിക ഈ ഭേദഗതിയിൽ ചേർക്കപ്പെട്ടു എന്ന് പറയുന്നു. ആകെ 10 ചുമതലകൾ എഴുതി ചേർക്കപ്പെട്ടു. എന്നിരുന്നാലും ഈ ചുമതലകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണഘടന മൗനം പാലിക്കുന്നു. പൗരന്മാർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, എന്താണ്, രാജ്യത്തെ പ്രതിരോധിക്കുക, എല്ലാ പൗരന്മാർക്കിടയിലും സൗഹാർദ്ദത്തെ പരിപോഷിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയവ മൗലിക കടമയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അല്ലെ, ഏതൊക്കെയാണ്? പൗരന്മാർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രത്തെ പ്രതിരോധിക്കുക, എല്ലാ പൗരന്മാർക്കും സൗഹാർദ്ദത്തെ പരിപോഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയവ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. ക്ലിയർ ആണോ? അപ്പോ മൗലിക കടമയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സോഴ്സും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എക്സാമിന് നന്നായി കയറി വന്നിരുന്ന 8ഉം 9ഉം 10ഉം +1 +2 NCERT അടക്കം കയറി വന്ന എക്സാം ആയിരുന്നു ഈ കഴിഞ്ഞ കൊല്ലത്തിന്റെയും കണ്ണൂരിന്റെയും. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചു പോവുക. അതിനുള്ള ദിവസം എന്ത് ചെയ്യും, നമ്മൾ SCERT കൂടുതൽ ഭാഗം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ക്ലാസ്സുകളെല്ലാം തന്നെ തരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? ചോദ്യം: സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 9 കമ്മിറ്റി ഉണ്ടായിരുന്നോ? ഇല്ല. അല്ലെ, അത് തെറ്റാണ്. എത്രയാണ്? 8 ആണ്. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു എന്ന് പറയുന്നു. അത് ശരിയാണ്. അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലാണ് എന്ന് പറയുന്നു. അതും ശരിയാണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2ഉം 3ഉം മാത്രമാണ് ശരി. അല്ലെ, നമുക്ക് നോക്കാം. SCERTയുമായിട്ട് ബന്ധപ്പെട്ട അതിലെ സോഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് എന്താണ് നോക്കാം. മേജർ കമ്മിറ്റി ഉണ്ട്, മൈനർ കമ്മിറ്റി ഉണ്ട്. അല്ലെ, മേജർ കമ്മിറ്റിയിൽ എത്രയാണ്? 8 പേരാണ്. ഏതൊക്കെയാണ്? ഒന്ന് നോക്കാം. ഒന്ന്, യൂണിയൻ പവർ കമ്മിറ്റി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അല്ലെ, യൂണിയൻ പവർ കമ്മിറ്റി. ചിലപ്പോൾ അടുത്ത എക്സാമിന് ഇതുപോലെ ചോദ്യങ്ങളായിരിക്കും വരിക, ശ്രദ്ധിക്കുക. യൂണിയൻ പവർ കമ്മിറ്റിയിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിൽ സർദാർ വല്ലഭായ് പട്ടേൽ. മക്കളെ, ആരാണ്? പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിൽ പട്ടേലാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമുക്കറിയാം, അംബേദ്കർ ആണ്. അല്ലെ, മൗലികാവകാശങ്ങളുടെ കമ്മിറ്റി, ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റിയിൽ പട്ടേൽ തന്നെയായിരുന്നു. അപ്പൊ ആർക്ക്? പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിലും അതുപോലെ തന്നെ മൗലികാവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റിയിലും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആരാണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയിൽ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. സ്റ്റേറ്റസ് കമ്മിറ്റിയിൽ ആരാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. എന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ആരാണ്? സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ജവഹർലാൽ നെഹ്റുവും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പോ 8 കമ്മിറ്റിയാണ്, 9 കമ്മിറ്റി അല്ല. യൂണിയൻ പവർ നെഹ്റു ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു തന്നെയാണ്. പ്രൊവിഷണലും അതുപോലെ തന്നെ മൗലികാവകാശ കമ്മിറ്റിയിൽ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റിയിൽ പട്ടേലാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംബേദ്കർ. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയിൽ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദും. സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. സ്റ്റേറ്റ്സ് കമ്മിറ്റിയിൽ നെഹ്റു ആയിരുന്നു. ക്ലിയർ ആണോ? നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എക്സാമിന് ആ ബാക്കിയുള്ള
സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സാധാരണ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ പൊതുകാരണത്തിന് വളരെ ഊന്നൽ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ദെൻ വിവിധ വിഷയങ്ങൾക്കായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നോക്കിയേ 8 പ്രധാന കമ്മിറ്റി ഉണ്ടായിരുന്നു അല്ലെ. 8 പ്രധാന കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷാവസാനം വഹിച്ചത് ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന ആസാദ്, ഡോക്ടർ BR അംബേദ്കർ തുടങ്ങിയവരായിരുന്നു. പല കാര്യങ്ങൾ ഇവർ തമ്മിൽ യോജിപ്പില്ലായിരുന്നു. കോൺഗ്രസിന്റെയും ഗാന്ധിജിയുടെയും കടുത്ത വിമർശനായിരുന്നു ആര്? അംബേദ്കർ എന്ന് പറയുന്നു. ക്ലിയർ ആണോ? പട്ടേലും നെഹ്റുമാട്ടെ നിരവധി വിഷയങ്ങൾ വിയോജിപ്പുള്ളവരായിരുന്നു. എന്നിരുന്നാലും അവർ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു. ഓരോ കമ്മിറ്റിയും ഭരണഘടനയുടെ പ്രത്യേക വ്യവസ്ഥയുടെ കരട് തയ്യാറാക്കുകയും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ചകൾക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. എല്ലാവരും അംഗീകരിച്ച വ്യവസ്ഥകൾ ഏതെങ്കിലും പ്രത്യേക താല്പര്യത്തിന് എന്താണ് ഹാനികരമല്ല എന്ന വിശ്വാസത്തിൽ അടിസ്ഥാനത്തിൽ അഭിപ്രായ സമവായത്തിലെത്തുവാൻ സാധാരണമായി ശ്രമിച്ചിരുന്നു. എന്നാൽ ചില വ്യവസ്ഥകൾ വോട്ടെടുപ്പിന് വിധേയമാണെന്ന് അംഗീകരിച്ചു അല്ലെ. ചില വ്യവസ്ഥകൾ വോട്ടെടുപ്പിന് വിധേയമാണെന്ന് അംഗീകരിച്ചു. തന്നെ എന്താണ് ഓരോ തവണയും ഓരോ ചെറിയ വാദഗതിയോ അല്ലെ, ഓരോ തവണയും ഓരോ ചെറിയ വാദഗതിയോ തടസ്സവാദമോ അഭിപ്രായമോ ഉയർന്നു വരുമ്പോൾ വളരെയധികം സൂക്ഷ്മതയോടെയാണ് ഇവ കൈകാര്യം ചെയ്തിരുന്നത്. ലാസ്റ്റ് ലൈൻ നോക്കിയേ. ഈ യോഗങ്ങൾ പത്രപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശന അനുമതി ലഭിച്ചിരുന്നു അല്ലെ. ഇങ്ങനെയാണ് അവിടെ ക്വസ്റ്റ്യൻ കയറി വന്നല്ലേ. എന്താണ് ഈ യോഗങ്ങൾ? എന്താണ് പത്രപ്രവർത്തകർക്കും അതുപോലെ തന്നെ ആർക്കാണ്? പൊതുജനങ്ങൾക്കും എന്ത് പ്രവേശന അനുമതി ലഭിച്ചിരുന്നു. അപ്പൊ ഏതാണ്? ഓപ്ഷൻ 2, 3 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ്. ഇതെല്ലാം SCERTയുടെ സോഴ്സ് ആണ് എന്നും കൂടി മനസ്സിലാക്കുക കേട്ടോ. ക്ലിയർ ആണോ? ദെൻ അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ശരിയായത് ഏത്? 1 നിർദ്ദേശക തത്വങ്ങൾ, ദെൻ മൗലിക അവകാശങ്ങൾ, 3 നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. ഏതാണ് മക്കളെ ആൻസർ വരിക? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ 2 3 വരും അല്ലെ. ഏതാണ്? 2 3 വരും. ഓപ്ഷൻ C ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കാം ഏതൊക്കെയാണ് അമേരിക്ക അല്ലെ. എവിടെ നിന്നാണ് ഇന്ത്യ അമേരിക്കൻ ഭരണഘടന ഏതൊക്കെയാണ് കടമെടുത്ത്? ലിഖിത ഭരണഘടന, ദെൻ ആമുഖം, ദെൻ തുല്യ പരിരക്ഷ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, മൗലികാവകാശങ്ങൾ, നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ. സുപ്രീം കോടതിക്കാണ് ഭരണഘടന വ്യാഖ്യാനിക്കാനുള്ള അധികാരമുള്ളത്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യാനുള്ള സമ്പ്രദായം. ദെൻ അമേരിക്കയുടെ മാതൃകയിൽ ഇന്ത്യൻ രാഷ്ട്ര തലവനെ പ്രസിഡന്റ് എന്ന നാമകരണം ചെയ്തിരിക്കുന്നു. ദെൻ ഇന്ത്യയുടെ എല്ലാ സേനകളുടെയും സുപ്രീം കമാൻഡറായി രാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തിരുന്നത് അമേരിക്കയുടെ മാതൃകയിലായിരുന്നു അല്ലെ. ദെൻ എന്താണ് ഉപരാഷ്ട്രപതി എന്ന പദവി. ദെൻ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്. ഇന്ത്യൻ യൂണിയന്റെ കീഴ്ഘട്ടങ്ങൾക്ക് സ്റ്റേറ്റ്സ് എന്ന പേര് നൽകിയിരിക്കുന്നത് അമേരിക്കൻ മാതൃകയിലാണ്. ദെൻ ഇന്ത്യയുടെ രാജ്യസഭ രൂപീകരിച്ചിരിക്കുന്നത് അമേരിക്കൻ സെനറ്റിന്റെ മാതൃകയിലാണ്. അപ്പൊ എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിഖിത ഭരണഘടന, ആമുഖം, തുല്യ പരിരക്ഷ, മൗലിക അവകാശങ്ങൾ, നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. ദെൻ അമേരിക്കയുടെ മാതൃകയിലാണ് എന്ത്? രാഷ്ട്രപതി പ്രസിഡന്റ് നാമകരണം ചെയ്തിരിക്കുന്നത്. ദെൻ എന്താണ്? ഉപരാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതി എന്ന പദവി സ്റ്റേറ്റ്സ് എന്ന പേര് നൽകിയിരിക്കുന്നത് രാജ്യസഭ രൂപീകരിക്കുന്നതിന് അമേരിക്കൻ സെനറ്റിന്റെ മാതൃകയിലാണ്. ഇത്രയും കാര്യങ്ങൾ എന്താണ്? അമേരിക്കൻ ഭരണഘടന നിന്നും കടമെടുത്തതാണ്. ക്ലിയർ ആണോ? നാലാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണ്? അർദ്ധ ഫെഡറൽ സമ്പ്രദായം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. ഏതൊക്കെയാണ് ആൻസർ വരിക? ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണ്? ഏതാണ് മക്കളെ ആൻസർ വരിക? നാലാമത്തെ ആൻസർ ഓപ്ഷൻ 2 3 ആണ് അല്ലെ. ഏതൊക്കെയാണ്? ഓപ്ഷൻ 2 3 ഏതാണ്? ഓപ്ഷൻ B ആണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം അതുപോലെ നിയമനിർമ്മാണ പ്രക്രിയ. ക്ലിയർ ആണോ? നോക്കാം.
ഏതൊക്കെയാണ് കടമെടുത്തത്? ബാക്കി ഏതൊക്കെയാണ്? ഏക പൗരത്വം, ദെൻ നിയമവാഴ്ച, നിയമസമത്വം, നിയമനിർമ്മാണം, പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ അല്ലെ, ദെൻ തിരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സമ്പ്രദായം, കൂടുതൽ അധികാരങ്ങൾ അധോസഭയ്ക്ക്, പിന്നെന്താണ് അധോപരം ലോകസഭയ്ക്ക്, ദെൻ സ്പീക്കർ പദവി, സഭാംഗങ്ങൾക്കുള്ള സവിശേഷ അധികാരം, പാർലമെന്ററി കമ്മിറ്റികൾ, ക്യാബിനറ്റ് സമ്പ്രദായം, പ്രധാനമന്ത്രി പദവി, കൂട്ട ഉത്തരവാദിത്തം, പിന്നെ നാമമാത്രമായുള്ള അധികാരമുള്ള രാഷ്ട്രത്തലവൻ, റിട്ടുകൾ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. എന്തൊക്കെയാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, റിട്ടുണ്ട്, രാഷ്ട്രതലവൻ അധികാരമുള്ളത്, കൂട്ട ഉത്തരവാദിത്തം, പ്രധാനമന്ത്രി പദവി, ക്യാബിനറ്റ് സമ്പ്രദായം, പാർലമെന്ററി കമ്മിറ്റികൾ, സ്പീക്കർ, ദെൻ ദ്വിമണ്ഡല സമ്പ്രദായം, തിരഞ്ഞെടുപ്പ്, പാർലമെന്റ് ജനാധിപത്യ വ്യവസ്ഥ, നിയമനിർമ്മാണം, നിയമസമത്വം, നിയമവാഴ്ച, ഏക പൗരത്വം. ഇതൊക്കെ എവിടെന്നാ കടമെടുത്തിരിക്കുന്ന ചോദ്യം? ഏതാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ക്ലിയർ ആണ്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. പരീക്ഷയ്ക്ക് എന്തായാലും അടുത്ത പരീക്ഷ ചോദ്യങ്ങൾ ഉറപ്പാണ് കേട്ടോ. കാരണം തിരുവനന്തപുരം തൊട്ട് ചോദ്യങ്ങൾ കയറി വരികയാണ്. നമുക്ക് SCERT കൂടെ നോക്കാം. ബ്രിട്ടീഷ് ഭരണഘടനയിലെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, പാർലമെന്ററി ഭരണ സമ്പ്രദായം, നിയമവാഴ്ച എന്ന ആശയം, തൻ സ്പീക്കറുടെ സ്ഥാപനം, അവരുടെ പങ്കും, നിയമനിർമ്മാണ നടപടിക്രമം. ഐറിഷ് ഭരണഘടനയാണെങ്കിലോ രാഷ്ട്ര നയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ, അയർലാൻഡ്. ഫ്രാൻസ് ആണെങ്കിലോ സ്വതന്ത്രം, സമത്വം, സാഹോദര്യം എന്ന തത്വങ്ങൾ. അമേരിക്കൻ ഭരണഘടന മൗലികാവകാശത്തെ കുറിച്ചുള്ള അധ്യായം, നീതിന്യായ പരിശോധന ഗ്രന്ഥൻ, നീതിന്യായ വിഭാഗത്തിന്റെ സ്വതന്ത്രം. പിന്നെ കാനഡയാണെങ്കിലോ അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് അല്ലെ. എന്താണ്? അവശിഷ്ട അധികാരമൊക്കെ എന്താണ്? കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് ശരി അല്ലെ. ഏതൊക്കെയാണ്? സഞ്ചാര സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് നോക്കാം. 6 അല്ലെ. എത്ര മൗലികാവകാശ സ്വാതന്ത്ര്യമാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് ഈ വകുപ്പിലാണ്. 19(1)A പ്രകാരം സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വതന്ത്രമാണ് അല്ലെ. 19(1)A പ്രകാരം എന്താണ്? സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വതന്ത്രം. പിന്നെ 19(1)B എന്താണ്? നിരായുധരായി സമാധാനപരമായ ഒത്തുചേരാനുള്ള സ്വതന്ത്രം. 19(1)C എന്താണ്? സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കാനുള്ള അവകാശം. 2011 97 ഭേദഗതിയിലൂടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളും രൂപീകരിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നു. 19(1)D എന്താണ്? ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വതന്ത്രം അല്ലെ. E എന്താണ്? ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. 6 എന്താണ്? 19(1)G പ്രകാരം ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വതന്ത്ര വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും കൂടിയുണ്ട്. 19(1)H പ്രകാരം സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യം 44ാം ഭേദഗതിയുടെ മൗലിക അവകാശം നീക്കം ചെയ്ത് നമുക്കറിയാലോ അല്ലെ. അതും അതിൽ ഉൾപ്പെടുന്നു. ഈ 6 അവകാശങ്ങളെയും രാജ്യത്തെ പൗരന്മാർക്കും രാജ്യത്തെ കമ്പനികളുടെ ഓഹരി ഉടമകൾക്കും മാത്രമേ ലഭ്യമാകൂ. വിദേശികൾക്ക് ഇത് ലഭ്യമാവുകയില്ല. ഈ 6 അവകാശങ്ങളും സ്റ്റേറ്റിൽ നടപടികളിൽ നിന്നും മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ഈ ഒരു 6 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും കാര്യം പഠിച്ചു പോവുക. കാരണം മുമ്പത്തെ എക്സാമിന് ചോദ്യങ്ങൾ ഒരുപാട് ഡീപ്പായിട്ടൊക്കെ ചോദിച്ചത്. അപ്പൊ എല്ലാ ഭാഗവും നമ്മൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കണം. മേലാകെ മാത്രം പഠിച്ചിട്ട് ഇനി നമുക്കൊരു ലിസ്റ്റിലേക്ക് എത്തുക പറഞ്ഞത് പോസിബിൾ അല്ല കേട്ടോ. നമുക്ക് നോക്കാം SCERT എന്താ പറയുന്നെന്ന് അല്ലെ. ഇന്ത്യൻ ഭരണഘടന ഭാഗം 3 അല്ലെ. മൗലിക അവകാശം എന്തൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം അല്ലെ. റൈറ്റ് ടു ഈക്വാലിറ്റി എന്താണ്? പറഞ്ഞേ. നിയമത്തിനു മുന്നിൽ തുല്യത, തുല്യ നിയമ പരിരക്ഷ, മതം, വർഗം, ജാതി, ലിംഗം അല്ലെ, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളുടെ നിരോധനം അല്ലെ. ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതുസ്ഥാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങൾ തുല്യ പ്രവേശനം, പൊതുജോലികൾ, അവസര സമത്വം, അയിത്ത നിർമ്മാർജ്ജനം, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. എന്താണ്? സമത്വത്തിനുള്ള
അവകാശമാണ്. എന്താണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം? റൈറ്റ് ടു ഫ്രീഡം അല്ലെ, അഭിപ്രായ പ്രകടനങ്ങൾ അല്ലെ, അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കരിക്കാനുള്ള സ്വതന്ത്രം, സമാധാനപരമായ സമ്മേളിക്കാനുള്ള അവകാശം, സംഘടന രൂപീകരിക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും എന്താണ് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും സ്ഥിരതാമസമാക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും വ്യവസായ കച്ചവടത്തിനും ഏർപ്പെടാനുള്ള അവകാശങ്ങൾ അല്ലെ. പിന്നെന്താണ് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സംരക്ഷണം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ചില കേസുകളുമായി ബന്ധപ്പെട്ട് ശിക്ഷയിൽ നിന്നും അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷ. അടുത്ത എന്താണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം? എന്താണ് മനുഷ്യ വ്യാപാരത്തിന്റെയും നിർബന്ധ ജോലിക്കും എതിരെയുള്ള അവകാശം, കുട്ടികളെ കൊണ്ട് അപകടകരമായ ജോലി ചെയ്യുന്നതിനുള്ള നിരോധനം. ഏതിനാ വരിക? ചൂഷണവുമായി ബന്ധപ്പെട്ടവരിൽ എന്താണ് റൈറ്റ് ടു ഫ്രീഡം, മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം. എന്താണ് മനസാക്ഷി സ്വാതന്ത്ര്യം, മതവിശ്വാസത്തിലും മതാചരണത്തിലും മതപ്രചരണത്തിലുള്ള സ്വാതന്ത്ര്യം, മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള അവകാശം, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസവുമായ അവകാശം എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സംരക്ഷണം, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശം അല്ലെ. അത് ഏതിൽ വരും? കൾച്ചറൽ എഡ്യൂക്കേഷൻ റൈറ്റ്സിൽ വരും. എന്താണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം? എന്താണ് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി റിട്ടുകൾ അല്ലെ, ഉത്തരവുകൾ, നിർദ്ദേശങ്ങൾ എന്നിവ പുറപ്പെടുവിക്കാനുള്ള കോടതിയെ സമീപിക്കാനുള്ള അവകാശം. 5 റിട്ട് നമുക്കറിയാലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ വളരെ ഡീപ്പായിട്ടാണ് ഞാൻ തരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആൻസർ സുഖമായിട്ട് കിട്ടാവുന്നതാണ്. 6ാമത്തെ ചോദ്യം എന്തായിരുന്നു? കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ചോദ്യം നോക്കി 6ാമത്തെ ഏതാണ് ആൻസർ വരിക? ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ചു വോട്ടുകളും ലഭിക്കാമെന്ന് പറയുന്നു. അത് ശരിയാണോ? അത് ശരിയാണ് അല്ലെ. എന്താണ് ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളെയും സീറ്റുകളും തുല്യമായിരിക്കും എന്ന് പറയുന്നു. അതവിടെ ശരിയാണോ? 6ാമത്തെ ചോദ്യം ഏതാണ് ആൻസർ വരിക? അത് അവിടെ ശരിയല്ല. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ് എന്ന് പറയുന്നു. അത് അവിടെ വളരെ ശരിയാണ്. ഓപ്ഷൻ ഏതാണ്? 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കാം. അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ലോകസഭ, സംസ്ഥാന നിയമസഭകൾ, പഞ്ചായത്ത്, നഗരഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ സ്വീകരിക്കുന്നത് സമ്പ്രദായമാണ്. പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കാൻ പാർലമെന്റിൽ വേണ്ട എന്താണ്? ഭൂരിപക്ഷമാണ്. നിയമസഭയിലാകെ അംഗങ്ങളുടെ പകുതിയിലൊന്നും എന്ത് ചേർന്നു വരുന്ന സംഖ്യ. രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളാക്കി തിരിക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. ക്ലിയർ ആണോ? മറ്റു സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്നിരുന്നാലും ഒന്ന് ശ്രദ്ധിക്കാതെ പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കാൻ പാർലമെന്റിൽ വേണ്ട ഭൂരിപക്ഷം. നോക്കാം എന്താണ് SCRTയിൽ പറയുന്നത്. കേവല ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ചെറിയ ഭൂപ്രദേശ യൂണിറ്റുകളായി രാജ്യത്തെ വിഭജിച്ചിരിക്കുന്നു. എന്താണ്? എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്കാർക്ക് വോട്ട് നൽകുന്നു അല്ലെ. എന്താണ് വോട്ടർമാർ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുന്നു. ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തെക്കാൾ കൂടുതൽ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കാൻ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം 50% പ്ലസ് ഒരു വോട്ട് ലഭിക്കണമെന്നില്ല. ഉദാഹരണം ഏതാണ്? ബ്രിട്ടനും ഇന്ത്യയും. അപ്പൊ ചോദ്യങ്ങൾ എവിടെന്നാ വന്നിരിക്കുന്നത്? ഇവിടെ നിന്നാണ് അവിടെ ചോദ്യം എക്സാമിന് കയറി വന്നിരിക്കുന്നത്. ആനുപാതിക പ്രാതിനിധ്യം എന്താ നോക്കാം. വലിയ ഭൂരിപക്ഷ നിയോജക മണ്ഡലങ്ങളായി നിജപ്പെടുത്തിയിരിക്കുന്നു. ചിലപ്പോൾ രാജ്യം മുഴുവൻ ഒറ്റ നിയോജക മണ്ഡലമായിരിക്കും. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം. വോട്ടർമാർ പാർട്ടിക്കാണ് എന്ത് വോട്ട് നൽകുന്നത്. ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിക്കുന്ന വോട്ടിന് ആനുപാതികമായി സീറ്റ് ലഭിക്കുന്നു. വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എന്ത്
ഭൂരിപക്ഷ വോട്ട് ലഭിക്കുന്നു. ഉദാഹരണം ഏതാണ്? ഇസ്രായേലും നെതർലാൻഡും. ചിലപ്പോ അടുത്ത പരീക്ഷയ്ക്ക് എന്താണ് ഇവിടെ നിന്നായിരിക്കും ചോദ്യം അല്ലെ, ഇതിന് ഉദാഹരണം അല്ലെ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഇസ്രായേലും അതുപോലെ തന്നെ നെതർലാൻഡും എന്നും കൂടി മനസ്സിലായി. ആനുപാതികമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉദാഹരണം ചോദിക്കും, ഇസ്രായേലും നെതർലാൻഡുമാണ്. ഇപ്പൊ എക്സാമിന് എവിടെന്നാ ചോദ്യം വന്നിരുന്നത്? ബ്രിട്ടനും ഇന്ത്യയും അല്ലെ. ഒന്ന് ശ്രദ്ധിച്ചാൽ SCERT നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അവിടെ തന്നെയാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം എന്താണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്ന്, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണ് അല്ലെ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നു. ശരിയാണോ? അത് ശരിയാണ്. അംഗങ്ങളെ നിയമിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എന്ന് പറയുന്നു. അതും ശരിയാണ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ്. 1, 2, 3 ശരിയാണ്. എക്സാമിന് അത്യാവശ്യം നമ്മൾ ഡീപ്പായിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെ. എന്താണ്? രാജ്യത്തെ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി ഭരണഘടനാനുസൃതമായ രൂപീകരിച്ച സ്ഥിരവും സ്വതന്ത്രവുമായ സ്ഥാപനമാണ് എന്ത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പുകളെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? 15 ആണ് അല്ലെ. ആർട്ടിക്കിൾ ഏതാണ് മക്കളെ? 324 മുതൽ 329 വരെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ ഇവിടെയൊക്കെ നടത്തിപ്പിനായി ഭരണഘടന ആർട്ടിക്കിൾ 324 നിർദ്ദേശങ്ങൾക്ക് അനുസരണമായാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആണോ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴാണ് വന്നത് നിലവിൽ? 1950 ജനുവരി 25-നാണ്. ജനുവരി 1950 ജനുവരി എപ്പോഴാണ്? 25-നാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദേശീയ സമ്മതിദായക ദിനം എപ്പോഴാണ് മക്കളെ? ജനുവരി 25-ആണ്. 2011 മുതലാണ് കേട്ടോ. ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കാലാകാലങ്ങൾ രാഷ്ട്രപതി നിശ്ചയിക്കുന്ന അംഗസംഖ്യയിൽ മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. അടുത്ത പരീക്ഷകൾ ഇവിടെ നിന്നൊക്കെ ചോദ്യം കയറി വരാം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇത് എവിടെന്നാ വന്നിരിക്കുന്നത്? +1 +2 എന്നൊക്കെ ചോദ്യങ്ങൾ അവിടെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നു. ഇതാണോ? അതവിടെ ചോദ്യമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് എക്സാമിന് വന്നാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമനത്തിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായും പ്രതിപക്ഷ നേതാവായും കൂടിയാലോചന നടത്തേണ്ടതിനുള്ള ഒരു നിർദ്ദേശം പലരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അടുത്ത എക്സാമിന് ചോദിക്കും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ എല്ലാ സോഴ്സും അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. എട്ടാമത്തെ ചോദ്യം എന്താണ്? ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം അല്ലെ. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നു. ശരിയാണോ? അത് അവിടെ ശരിയാണ് അല്ലെ. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ് എന്ന് പറയുന്നു. അത് ശരിയാണ്. പ്രസിഡന്റെ തെരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് ഉപരാഷ്ട്രപതിയെ അവിടെ തെരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നു. അത് ശരിയാണ് മക്കളെ? അല്ല അല്ലെ, അത് തെറ്റാണ്. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം മാത്രമാണ് അവിടെ ശരിയായിട്ട് വരിക. എങ്ങനെയാണ്? ഇന്ത്യയുടെ 2ാമത്തെ പൗരൻ അല്ലെ, അതാണ് ഉപരാഷ്ട്രപതി. വൈസ് പ്രസിഡന്റ് എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ച രാജ്യം എവിടെയാണ്? അമേരിക്കയാണ് അല്ലെ. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 63 ആണ്. രാജ്യസഭയുടെ ഔദ്യോഗിക അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 64 വൈസ് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതാണ്? ആർട്ടിക്കിൾ ഇലക്ഷൻ ആണെങ്കിൽ ആർട്ടിക്കിൾ 66 ആണ്. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന ആരാണ്? ഇലക്ട്രൽ കോളേജ് ആണ്. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണ്? എല്ലാ ലോകസഭാ അംഗങ്ങളും അതുപോലെ എല്ലാ രാജ്യസഭാ അംഗങ്ങളും. എന്താണ്? അത് തിരഞ്ഞെടുക്കപ്പെട്ടതും നോമിനേറ്റ് ചെയ്തതുമായ എല്ലാ പാർലമെന്റ് അംഗങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? വൈസ് പ്രസിഡന്റ് രാഷ്ട്രപതിക്ക് മത്സരിക്കാനുള്ള യോഗ്യത എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സ് അവിടെ എന്തായിരിക്കണം? പൂർത്തിയായിരിക്കണം. ഒരു രാജ്യസഭാ അംഗത്തിനുള്ള എല്ലാ യോഗ്യതകളും അവിടെ ഉണ്ടായിരിക്കണം.
ഉണ്ടായിരിക്കണം. ദെൻ ആദായം പറ്റുന്ന പദവികൾ കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വഹിക്കരുത്. ദെൻ വൈസ് പ്രസിഡന്റ് കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ആർട്ടിക്കിൾ 67 പരാമർശിക്കുന്നത്. ലോകസഭയിൽ സ്പീക്കർക്ക് തുല്യമായ പദവി രാജ്യസഭയിൽ വഹിക്കുന്ന ആരാണ് മക്കളെ? വൈസ് പ്രസിഡന്റ് ആണ്. എന്താണ്? ലോകസഭയിൽ സ്പീക്കർക്ക് തുല്യമായ പദവി രാജ്യസഭയിൽ വഹിക്കുന്ന ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. ക്ലിയർ ആണോ? നമുക്ക് നോക്കാം. SCERT അതേ തന്നെയാണ് 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്ന രീതി തന്നെയാണ് എന്താണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ പാർലമെന്റ് ഇരുസഭകളിലെയും അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അല്ലെ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ ഈ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമല്ല. രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസാക്കുകയും ലോകസഭ അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രമേയത്തിലൂടെ മാത്രമേ ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. മരണം, രാജി, പുറത്താക്കൽ, ഇംപീച്ച്മെന്റ് എന്നീ കാരണങ്ങളാൽ രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവ് വരികയാണെങ്കിൽ എന്താണ്? ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കുന്നു. പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതുവരെയോ പരമാവധി 6 മാസം വരെ മാത്രമേ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി മുഹമ്മദ് അന്തരിച്ചപ്പോൾ പുതിയ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കുന്നവരെ ഉപരാഷ്ട്രപതിയായിരുന്നു ആര്? BD ജെട്ടി രാഷ്ട്രപതിയായി പ്രവർത്തിക്കുകയുണ്ടായി. അതെന്തൊക്കെ എന്താണ്? SCERT ഫാക്ട്സ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം എന്താണ് മക്കളെ? ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് പറയുന്നു. അതവിടെ ശരിയാണോ? ശരിയാണ് അല്ലെ. 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നു. ശരിയാണ്. അപ്പൊ ഏതാണ്? 1ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് ഉള്ളത്. നോക്കാം എന്താണ് 73ാം ഭേദഗതിയിൽ. രാജീവ് ഗാന്ധി 1989 പഞ്ചായത്തി രാജ് ബില്ല് 64ാം ഭരണഘടനാ ഭേദഗതിയായി പാർലമെന്റിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഈ ബില്ല് പാസ്സായില്ല. തുടർന്ന് അധികാരത്തിൽ വന്ന PV നരസിംഹറാവു സർക്കാർ 1992 പാർലമെന്റിൽ അവതരിപ്പിച്ച 73, 74 ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കുകയും 1993 ഏപ്രിൽ 20 ഇന്ത്യൻ പ്രസിഡന്റ് ഭരണഘടനാ ഭേദഗതി ഒപ്പുവെച്ചതോടുകൂടി പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വരികയും ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടതും 74ാം ഭരണഘടനാ ഭേദഗതി നഗരപാലിക നിയമത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പൊ 73 പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. ശ്രദ്ധിക്കുക, 74 എന്താണ്? നഗരപാലിക നിയമത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. 73ാം ഭേദഗതി നിലവിൽ വന്ന എപ്പോഴാണ്? 93 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം എപ്പോഴാണ്? ഏപ്രിൽ 24. ഏത് വർഷം മുതലാണ്? അത് 2010 മുതലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? 73ാം ഭരണഘടനാ ഭേദഗതിയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? ഭാഗം 9 ആണ് അല്ലെ. ഭാഗം 9 കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? 243 മുതൽ 243 വരെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത പട്ടികയാണ് മക്കളെ എത്രയാണ്? 11 ആണ്. ക്ലിയർ ആണോ? നമുക്ക് നോക്കാം. ഇത് NCERT ആണ് കേട്ടോ. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഏകീകൃത ത്രിതല പഞ്ചായത്ത് രാജ് ആണുള്ളത്. ഏറ്റവും അടിത്തറയായിട്ടുള്ളതാണ് ഗ്രാമപഞ്ചായത്ത്. ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്രാമത്തെയോ ഒരു കൂട്ടം ഗ്രാമങ്ങളെയോ പ്രതിനിധീകരിക്കുന്നു. മധ്യസ്ഥാനത്തായി നിലകൊള്ളുന്നതാണ് മണ്ഡലം. അതെന്തൊക്കെ വരും? ബ്ലോക്ക്, താലൂക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഈ സ്ഥാപനങ്ങളെ മണ്ഡൽ അല്ലെങ്കിൽ താലൂക്ക് പഞ്ചായത്തുകൾ എന്ന് വിളിക്കുന്നു. ചെറിയ സംസ്ഥാനങ്ങളിൽ മധ്യസമിതി രൂപീകരിക്കണമെന്ന നിർബന്ധമില്ല. ഏറ്റവും മുകൾ തട്ടിൽ ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളെയും പ്രതിനിധീകരിക്കുന്നു.
എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിർബന്ധമായും ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്ന് 73-ാം ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്ത് പ്രദേശത്തെ പ്രായപൂർത്തിയായ എല്ലാ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണെന്നും കൂടി മനസ്സിലാക്കുക. സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് ഇതിന്റെ പ്രവർത്തനത്തെയും ചുമതലയും തീരുമാനിക്കുന്നത്. ചോദ്യം വരും, എന്താണ്, ആരാണ് ഈ പ്രവർത്തനവും ചുമതലയൊക്കെ തീരുമാനിക്കുന്നത്? സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം എന്താണ്? താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന സംസ്ഥാനത്തെ ഗവർണറാണ് എന്ന് പറയുന്നു. ശരിയാണോ? അത് ശരിയാണ് അല്ലെ. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു എന്ന് പറയുന്നു. അത് ശരിയാണ്, അത് ശരി തന്നെയാണ്. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ട ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്നു. ശരിയാണോ? അത് തെറ്റാണ് അല്ലെ. അപ്പൊ 1ഉം 2ഉം മാത്രമാണ് ശരി. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 11ാമത്തെ ചോദ്യം, രണ്ടും ഏകദേശം ഒരേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ഫാക്ട്സ് ഞാൻ ഒന്നിച്ച് പറഞ്ഞുതരാം കേട്ടോ. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് എന്ന് പറയുന്നു. അതവിടെ ശരിയല്ലേ? ശരിയാണ്. ഭരണഘടനാ കാര്യങ്ങൾ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു എന്ന് പറയുന്നു. അതവിടെ തെറ്റ് തന്നെയാണ്. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? അത് ഗവർണർ ആണല്ലേ. അപ്പൊ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കാം, എന്താണ് ഗവർണർ? സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ഗവർണർ. ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 153 ആണ് അല്ലെ. ഏതാണ്? ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് മക്കളെ? ആർട്ടിക്കിൾ 153 ആണ്. രാഷ്ട്രപതിയെ പോലെ ഗവർണറും നാമമാത്രമായ എക്സിക്യൂട്ടീവ് തലവനാണ് അല്ലെ. എന്താണ്? രാഷ്ട്രപതിയെ പോലെ ഗവർണറും എക്സിക്യൂട്ടീവ് തലവനാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായും ഗവർണർ പ്രവർത്തിക്കുന്നു. ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി എന്ത് വഹിക്കാവുന്നതാണ്. ഏത് ഭേദഗതി പ്രകാരം? 1956 7ാം ഭേദഗതി പ്രകാരമാണ്. രാഷ്ട്രപതിയുടെ കാര്യത്തിൽ എന്ന പോലെ ഗവർണറെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതില്ല. ഗവർണറെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഗവർണർ എന്ന സ്വതന്ത്രമായിട്ടൊരു പദവി തന്നെയാണ്. യോഗ്യത എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സ് എന്താണ്? പൂർത്തിയായിരിക്കണം. ഗവർണറെ നീക്കം ചെയ്യുന്ന ആരാണ്? രാഷ്ട്രപതി തന്നെയാണ്. ഗവർണറുടെ ഭരണ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ LDCയുടെ കൊല്ലം കണ്ണൂർ എക്സാമിന്റെ ചോദിച്ച ചോദ്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും SCRTയും NCRTയും റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകളാണ് തന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്ന ആണെങ്കിൽ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ പുതിയൊരു ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം എക്സാം അടുത്ത പരീക്ഷയ്ക്കും ഇതുപോലെ ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ കയറി വരും. അപ്പൊ നന്നായി ഈ ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം തിരുവനന്തപുരം തൊട്ട് ഈ ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും കഷ്ടപ്പെട്ട് അല്ലെ സിൻസിയർ ആയിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.